നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾക്കിതാ അമേരിക്കയുടെ വമ്പൻ ഓഫർ. ഹമാസിന് പിരിവും സംഭാവനയും നൽകുന്ന കേരളത്തിലെ പാലസ്തീനികൾക്ക്, പാലസ്തീൻ അനുഭാവികൾക്ക് എട്ടിന്റെ പണി. ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരുടെയും സാമ്പത്തിക ഉറവിടത്തിന്റെയും വിവരം നൽകുന്നവരുടെ തലയ്ക്ക് വിലയിട്ട് അമേരിക്ക. യുദ്ധഭൂമിയിൽ നിന്നും കർമ്മ ബിഗ് ബ്രേക്കിംഗ്. ഹമാസിന്റെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ച് വിവരം നൽകുന്ന ഓരോ ആൾക്കും $10 മില്യൺ ലഭിക്കും. അതായത് $1 കോടി സമ്മാനമായി കിട്ടുക. ചുരുക്കത്തിൽ 85 കോടി ഇന്ത്യൻ രൂപ ലഭിക്കും. ഇത് അമേരിക്കയുടെ പ്രഖ്യാപനമാണ്. വീണ്ടും പറയട്ടെ, ഇസ്രായേലിന്റെ പ്രഖ്യാപനമല്ല. ഹമാസിന്റെ അടിത്തട്ടും സാമ്പത്തിക ശൃംഖലയും തകർക്കാനുള്ള അമേരിക്കയുടെ പുതിയ കൊട്ടേഷനാണിത്. ഹമാസിന്റെ സാമ്പത്തിക നെറ്റ്വർക്കിന്റെ കണ്ണികൾ ഉടൻ മുറിഞ്ഞു വീഴും. ഹമാസിന് പണം നൽകുന്നവരുടെ വിവരം പങ്കുവച്ചാൽ അവർക്ക് ഓരോരുത്തർക്കും ലഭിക്കുക 85 കോടി രൂപയാണ്. 85 കോടി രൂപയുടെ സമ്മാനമാണ്. ഹമാസിന്റെ അനുയായികൾ ആരൊക്കെ പണമയച്ചാലും അവരുടെ തലയുടെ വിലയാണ് അമേരിക്ക ഇട്ടിരിക്കുന്ന 85 കോടി രൂപ. മറ്റൊരു കാര്യം, ഈ യുദ്ധം കുട്ടിക്കളിയല്ല. ഇസ്രായേൽ മാത്രമല്ല, പിന്നിലും മുന്നിലും ഇടത്തും വലത്തും ഉരുക്കുകോട്ട പോലെ ലോകത്തെ മഹാശക്തിയും ലോകമടക്കി വാഴുന്ന എതിരാളികളില്ലാത്ത അമേരിക്കയുമുണ്ട്. അമേരിക്ക അടിക്കാൻ പറയും, ഇസ്രായേൽ അടിക്കും. ഹമാസിനെ ചുട്ടുചാരമാക്കാൻ പറയും, ഇസ്രായേൽ അതുപോലെ ചെയ്യും. അമേരിക്ക ഗാസയെ നശിപ്പിക്കാൻ പറയുന്നു, ജൂതർ അത് ചെയ്യുന്നു. ഇസ്രായേൽ എന്ന ക്രിസ്ത്യാനികളുടെ ദൈവരാജ്യമാണ് അമേരിക്ക കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്നത്. ഇസ്രായേൽ ഒരു ഇറാഖും സൗദിയും ഇറാനും യമനും ലിബിയയും തുർക്കിയുമാകില്ല, ആകാൻ അനുവദിക്കില്ല. ചരിത്രത്തിലെ ഈ ക്രിസ്ത്യൻ രാജ്യങ്ങൾ എങ്ങനെ ഇസ്ലാമിക് രാജ്യങ്ങളായി മാറിയോ ആ പണി ഇസ്രായേൽ നടക്കാൻ അമേരിക്ക അനുവദിക്കില്ല. ക്രിസ്തു ജനിച്ചയിടം, ക്രിസ്ത്യാനികളുടെ അമേരിക്ക ഇസ്ലാം ഭീകരർക്ക് വിട്ടു നൽകില്ല. ക്രിസ്ത്യാനികളുടെ ദൈവരാജ്യമായ, അവരുടെ ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമിയായ ഇസ്രായേലിന് അമേരിക്ക തീർക്കുന്ന ഉരുക്ക് പരിചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഹമാസിനെ തകർക്കാൻ പണം വാരിക്കോരിയാണ് അമേരിക്ക ഒഴുക്കുന്നത്. ആയുധം നൽകുന്നു, വെടിമരുന്നും മറ്റും ടൺ കണക്കിന് നൽകുന്നു. അമേരിക്ക ബോംബുകളും വെടിമരുന്നും ഉപയോഗിച്ചാണ് ഗാസയെ ചീട്ടുകൊട്ടാരം പോലെ തകർക്കുന്നത്. ഹമാസിന് ധനസഹായം നൽകുന്നതിനെ കുറിച്ചോ പാലസ്തീനിയൻ ഭീകര സംഘത്തിന്റെ സാമ്പത്തിക സംവിധാനങ്ങളെ കുറിച്ചോ വിവരങ്ങൾ നൽകുന്നവർക്ക് $10 മില്യൺ വരെ അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നതായി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായി അറിയിക്കുന്ന സുപ്രധാന വിവരം കർമ്മ ന്യൂസിലൂടെ മുഴുവൻ മലയാളികൾക്കും അറിയിപ്പായി നൽകുന്നു. ഈ വിവരങ്ങളൊക്കെ മലയാളികളിലേക്ക് എത്തിക്കാൻ കർമ്മ ന്യൂസ് മാത്രമേ ഉള്ളൂ. അതിനാൽ ഞങ്ങളുടെ പേജും മറ്റും തുടർച്ചയായി നിങ്ങൾ ഏറ്റവും പുതിയ വിവരങ്ങൾക്ക് കാത്തിരിക്കുക. ഒക്ടോബർ 7 ഇസ്രായേലിലേക്കുള്ള ഹമാസിന്റെ ഭീകരാക്രമണത്തിന് ശേഷം 4 റൗണ്ട് US ഉപരോധത്തെ തുടർന്നാണ് പാരിതോഷികം വാഗ്ദാനം ചെയ്യുന്നത്. അബ്ദുൽ ബാസിദ് ഹംസ എൽ ഹസൻ ഖൈർ, അമീർ കമാൽ ഷെരീഫ് അൽ ഷാവ, അഹമ്മദ് സദു ജഹ്ലബ്, വാഹിദ് മുഹമ്മദ് മുസ്തഫ ജദല്ല, മുഹമ്മദ് അഹ്മദ് അബ്ദുൽ ദയീം നസ്രല്ല എന്നിവരെല്ലാം നേരത്തെ അമേരിക്ക ആഗോള ഭീകരരായി പ്രഖ്യാപിച്ചിട്ടുള്ളവരാണെന്ന് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ഈ ഹമാസ് നേതാക്കളെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്കും പണം സമ്മാനമായി നൽകും. ഹംസ എന്നറിയപ്പെടുന്ന ആദ്യ ധനകാര്യ സ്ഥാപനം സുഡാനിലാണ്. ഹമാസിന്റെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ നിരവധി കമ്പനികൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹമാസിന് ഏകദേശം $20 മില്യൺ കൈമാറുന്നതിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും വകുപ്പ് അറിയിച്ചു. മുൻ സുഡാനീഷ് പ്രസിഡന്റ് ഒമർ ബഷീറുമായും സുഡാനിലെ സ്ഥിരത തകർക്കുന്ന ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുമായും അയാൾക്ക് ബന്ധമുണ്ടെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ തന്നെ ഹമാസിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് വലിയ പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗാസാവാസികളായ പാലസ്തീനികൾക്ക് ഹമാസിന്റെ നേതാക്കളെ കുറിച്ച്, ഹമാസിന്റെ ഒളിയിടത്തെക്കുറിച്ച് കൃത്യമായി വിവരം നൽകുന്നവർക്ക് വമ്പൻ സമ്മാനങ്ങൾ, വലിയ പണമാണ് ഇസ്രായേൽ സേന നൽകുന്നത്. അതും അതീവ രഹസ്യമായി.
അതീവ രഹസ്യമായി അവർക്ക് പണം നൽകുന്നു, ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു, രഹസ്യ സങ്കേതങ്ങളിലേക്ക് അവരെ മാറ്റുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ ഈ തന്ത്രം ഗാസയിൽ വളരെയധികം ഗുണമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സേനയുടെ വിലയിരുത്തൽ. കാരണം പലപ്പോഴും അതീവ രഹസ്യമായി താമസിച്ചിരുന്ന ഒളിയിടങ്ങൾ, ഹമാസിന്റെ ഒളിയിടങ്ങൾ കണ്ടെത്താൻ സഹായിച്ചത് ഇത്തരം ചാരന്മാരാണ്. ഹമാസിന്റെ പല നേതാക്കളെയും വധിക്കാൻ കഴിഞ്ഞത് ഇത്തരം അറിയിപ്പുകളിലൂടെയാണെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ വ്യക്തമാക്കുന്നു. അതായത് ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരർ എവിടേക്ക് പോകുന്നു, ഈ ബങ്കറുകളുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണ്, ബങ്കറുകളിലേക്കുള്ള തുരങ്കങ്ങൾ എവിടെയാണ്, ഏതൊക്കെ കെട്ടിടങ്ങളിൽ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു, ഏതൊക്കെ ആശുപത്രികൾക്ക് താഴെ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു, അവരുടെ നേതാക്കന്മാർ ഒളിവിൽ കഴിയുന്നത് എവിടെയാണ്, ഇതൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ ആഴ്ചകളായി കൃത്യമായ വിവരമാണ് ഇസ്രായേൽ സേനയ്ക്ക് ലഭിക്കുന്നത്. ഇതിൽ പല വിവരങ്ങളും ഇത്തരത്തിൽ പാരിതോഷികം പ്രതീക്ഷിച്ചുകൊണ്ട് ഗാസാവാസികൾ നൽകുന്നതാണെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നു. അതിന് സമാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. ലോകത്തെവിടെയുമുള്ള ഹമാസിന്റെ ഫണ്ടർമാരെ കുറിച്ച് വിവരം നൽകാം. അങ്ങനെ വിവരങ്ങൾ നൽകിയാൽ അവർക്ക് 85 കോടി രൂപ പാരിതോഷികമായി അമേരിക്ക നൽകും. അമേരിക്കയാണ് പറയുന്നത്, അതുകൊണ്ട് വെറും വാക്ക് പറയുകയാണെന്ന് കരുതേണ്ട. എന്തായാലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചാണ്. ബൈബിളിൽ പരാമർശിക്കുന്നത് പോലെയുള്ള ഗോത്രഭൂമി, ആ ഗോത്രഭൂമിയാണ് ഗാസ. അത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് എത്രത്തോളം പവിത്രതയുള്ളതാണെന്ന് ഏവർക്കും അറിയാം. അങ്ങനെ ബൈബിളിൽ പരാമർശിക്കുന്ന ആ ഗോത്രഭൂമി തിരിച്ചു പിടിക്കാനുള്ള വലിയ പ്രയത്നത്തിലാണ് ഇസ്രായേൽ സേന. ഗാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും കെട്ടുകെട്ടിക്കും. അതിനുശേഷം ഗാസയെ പുതിയൊരു ഗാസയാക്കി മാറ്റും. ആ ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിന് തന്നെയാകും. അതുകൊണ്ടാണ് മറ്റൊരു കാര്യം കൂടി ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഗാസാവാസികളെ, പാലസ്തീനികളെ ഏറ്റെടുക്കാൻ ലോകരാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഗാസാവാസികളെ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്ക് കൈമാറുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഗാസാവാസികളെ ഏറ്റെടുക്കാൻ വേണ്ടി, ഗാസയിലെ പാലസ്തീനികളെ ഏറ്റെടുക്കാൻ വേണ്ടി, ഗാസയിലെ മുസ്ലിം ജനത ഏറ്റെടുക്കാൻ വേണ്ടി ലോകത്തോട് ലേലം വിളിക്കുകയാണ് ഇസ്രായേൽ. ഏതൊക്കെ രാജ്യങ്ങൾക്ക് വേണോ ഗാസാവാസികളെ ഏറ്റെടുക്കാം. അതായത് ഗാസയിൽ ഇനി പാലസ്തീനികൾ വേണ്ട. ഗാസ എന്ന വാഗ്ദത്ത ഭൂമിയെ വീണ്ടെടുക്കാനാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പോരാട്ടം. ഇസ്രായേൽ തങ്ങളുടെ നീക്കങ്ങൾ ആ വഴിക്ക് ആരംഭിച്ചിരിക്കുന്നു. പുതിയ നീക്കത്തിലാണ്, ചടുലമായ നീക്കത്തിലാണ്, പുതിയ പദ്ധതികളുമായി ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നു. ഗാസ വാഗ്ദത്ത ഭൂമിയാണ്. ഗാസ ബൈബിളിൽ പറയുന്ന ഗോത്രഭൂമിയാണ്. ആ ദൈവത്തിന്റെ ഭൂമി ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. അവിടെ തീവ്രവാദം ഇനി വളരാൻ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അമേരിക്ക ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അവരുടെ കരുത്തും.